1 മണിക്കൂറോ 2 മണിക്കൂറോ മുമ്പ് മരിച്ചുപോയ ഒരാളിനെ ഞാൻ പോകുന്ന വഴിയിൽ ഞാൻ കാണുന്നുണ്ട്. പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇവിടെ യേശുവിൻ്റെ അംശവടിയും കൃഷ്ണൻ്റെ വെണ്ണ കഴിച്ച പാത്രവും സൂക്ഷിച്ചത് കാണാൻ പോയ വ്യാസനിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ ഒന്നും കണ്ടെത്തിയില്ലല്ലോ. അവർ കഞ്ചാവ് വലിക്കുന്നവരാണ്, ഹുക്ക വലിക്കുന്നവരാണെന്ന് പറയുന്നതെല്ലാം തന്നെ ചില ആളുകൾ നമുക്ക് ഇഷ്ടപ്പെടില്ല. ഞാനിപ്പോൾ എൻ്റെ ബാഗ് ഇങ്ങനെ തട്ടിപ്പറിക്കും, എന്നിട്ട് എന്നെ കൊല്ലും. അഘോരികൾ നിൽക്കുന്നത് നിങ്ങളെ അനുഗ്രഹിക്കാനല്ല. അപ്പുറത്തെ ഇപ്പോൾ ഈ ഭസ്മം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയാൻ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ നിങ്ങൾ അനുവദിക്കില്ലല്ലോ. ശിവം എന്ന് പറയുന്ന അവസ്ഥ അത് ഇറങ്ങിപ്പോയാൽ ഇത് ശവമാണ്. അതുകൊണ്ടാണ് നമ്മൾ നെറ്റിയിൽ ഭസ്മക്കുറി അണിയുന്നത്. മഹാദേവൻ കയ്യിലൊരു സാമഗ്രി വെച്ചിട്ടുണ്ട്, തൃശൂലം. ഈ പറയാമോ എന്താ ഇടയ്ക്ക് ഗായത്രി മന്ത്രം പറയുന്നത് എൻ്റെ ഭാര്യയ്ക്ക് സൗന്ദര്യം തരണമേ, എൻ്റെ കൊച്ചിന് അഡ്മിഷൻ തരണമേ എന്നല്ല പറഞ്ഞത്. ഹനുമാൻ, മഹാഹനുമാൻ, പരമേശ്വരൻ്റെ കൂടെ നിങ്ങൾ മഹാ ചേർത്താ ഇതുവരെ? എന്താ ധരിച്ചിരിക്കുന്നത്? പാമ്പുകൾ. എന്താ അണിഞ്ഞിരിക്കുന്നത്? ചുടല ഭസ്മം. എവിടെയാണ് കഴിയുന്നത്? ചുടല. എന്നിട്ടും അദ്ദേഹത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു എന്നറിയാമോ? മഹാദേവൻ എന്ന് വിളിക്കുകയാണ്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ലോകശാസ്ത്രജ്ഞന്മാരെല്ലാം കൂടെ എത്രയോ കാലമായിട്ട് കൈലാസത്തെ ഒന്ന് ടേപ്പൊക്കെ പിടിച്ച് അളക്കാൻ നോക്കുന്നുണ്ട്. ഇങ്ങോട്ട് അളന്നപ്പോൾ അങ്ങോട്ട് പോയി, അങ്ങോട്ട് പോയപ്പോൾ ഇങ്ങോട്ട് പോയി, കയറിയ വഴി അടഞ്ഞു പോയി, പിന്നെ കാണാനില്ല. ശിവക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് അങ്ങയിൽ ഏതെങ്കിലും സമയത്തൊരു ബോധം വന്നിട്ടുണ്ടോ? അതൊരു ലിംഗമാണ് ക്ഷേത്രത്തിൽ. കഞ്ചാവ് ഉപയോഗിക്കും, ലഹരി ഉപയോഗിക്കും, വലിയ പ്രചാരണം ഇല്ല. ഇവർ യഥാർത്ഥത്തിൽ അവിടെ ഈ ഹുക്ക പോലത്തെ ഇതാണ് ഈ സ്പിരിച്വൽ വാദികൾ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കുന്ന ചില സെൻറ്ററുകളുണ്ട്. നമ്മുടെ ഇവിടെ സ്മോക്ക് ഫ്രീ ആയിട്ടുള്ള ചില റെസ്റ്റോറൻറ്റുകളൊക്കെ വരുന്നത് പോലത്തെ ഒരു സംഭവമാണ്. അങ്ങനെ ഉപയോഗിക്കുന്ന ചില സെൻറ്ററുകളുണ്ട്. പക്ഷേ ഇവരാരും തന്നെ അങ്ങനെ ഉപയോഗിച്ചതായിട്ട് ഈ 14 ദിവസത്തെ ഇതിൽ കണ്ടിട്ടുമില്ല. ഇതിനേക്കാൾ വളരെ എക്സ്പീരിയൻസാണ് എൻ്റെ കൂടെ വന്ന അദ്ദേഹത്തിന്, ജൂഡയിലെ അദ്ദേഹം ഒരിക്കലും തന്നെ ഇങ്ങനെ അവരുപയോഗിച്ചതായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഈ മറ്റ് ആഘാടകളിൽപ്പെട്ട ആളുകൾ പോലും ഈ ഹുക്ക ഉപയോഗിക്കുന്നു. പിന്നെ അവിടെ വലിയൊരു സ്വാതന്ത്ര്യത്തിൻ്റെ ഭൂമികയാണ്. അതും കൂടെ നമ്മൾ നോർത്തിൻ്റെ ഒരു സ്വഭാവം അറിയാലോ. സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഭൂമികയാണ്, പഠനത്തിൻ്റെ കുറവുള്ള ഭൂമികയുമാണ്. ചില പഠനങ്ങൾ ഇപ്പം രാജീവ് ഗാന്ധി സെൻട്രൽ വന്നിട്ട് PM ആയിട്ട് വരുന്ന സമയത്ത് ഒരു ഡൽഹിയുടെ ഒരു പ്രാന്തപ്രദേശത്തിൻ്റെ ഒരു അലങ്കാരം നടത്തുന്നുണ്ട്, സ്ട്രീറ്റ്. അപ്പോൾ അവിടെ ഒരു ജേർണലിസ്റ്റ് അന്വേഷിച്ചു, എന്താണ് നിങ്ങൾ ഇവിടെ എല്ലാം അലങ്കരിക്കുന്നത്? അപ്പോൾ ഞാൻ നമ്മുടെ രാജ്ഞി മരിച്ചുപോയി, രാജ്ഞിയുടെ മകൻ ഇന്ന് രാജാവായിട്ട് വരെയാണെന്ന് പറഞ്ഞു. ആ ബോധം ഇതെല്ലാ സ്ഥലത്തും ഉണ്ടെന്നുള്ളത് ഇവിടെയുണ്ട്. ഇവിടെ യേശുവിൻ്റെ അംശവടിയും കൃഷ്ണന്റെ വെണ്ണ കഴിച്ച പാത്രവും സൂക്ഷിച്ചത് കാണാൻ പോയ ഉന്നതന്മാരായ ആളുകളുടെ കറക്റ്റ് മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ബോധവും ഇല്ലായ്മയും നമ്മൾ IPS ഉണ്ടെന്നോ IAS ഉണ്ടെന്നോ അധ്യാപകനെന്നോ PhD ഉണ്ടെന്നോ ഒന്നും പറഞ്ഞ് നിൽക്കണ്ട. ഈ ബോധവും ഇല്ലായ്മയും അങ്ങ് ഒരുപാട് വിദ്യാഭ്യാസം ചെയ്തു, അങ്ങും ചെയ്തല്ലോ. പക്ഷെ വ്യാസൻ ഇതൊന്നും ചെയ്തില്ലല്ലോ. വ്യാസൻ എഴുതിയതാണല്ലോ ഞാൻ കഴിഞ്ഞ 30 പുസ്തകമായിട്ട് എഴുതിയത്. വ്യാസനിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ ഒന്നും കണ്ടെത്തിയില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് മാത്രമേ ഉള്ളൂ. ഇതിനെ നമ്മൾ അങ്ങ് പറഞ്ഞതുപോലെ പ്യൂരിറ്റിയോടുകൂടി നമുക്ക് കണ്ടെത്തുക എന്നുള്ളത്. അതുകൊണ്ട് അവർ കഞ്ചാവ് വലിക്കുന്നവരാണ്, ഹുക്ക വലിക്കുന്നവരാണെന്ന് പറയുന്നതെല്ലാം തന്നെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ 100% പ്യൂരിറ്റി. 100% പ്യൂരിറ്റി ഒന്നും പറയണ്ട, 100% പൂർണ്ണത. ഈ 14 ദിവസം കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ചോദിക്കുകയാണ്, പറയപ്പെടുന്നത് അല്ലെങ്കിൽ ചില സിനിമകളിലൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത്, സീരീസുകളായി വന്നിട്ടുള്ളത്, പുസ്തകങ്ങളൊക്കെ ഉള്ളത്, ഇവർക്ക് പല സിദ്ധികളുമുള്ള ആളുകളാണ്. ഈ പ്രകൃതി ദുരന്തം പോലെയുള്ളവ നേരത്തെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ടെലിപ്പതി ഭാവിയിൽ എന്താണെന്ന് പറയാൻ സാധിക്കും. പിന്നെ ടൈം ഒരു മാനദണ്ഡമല്ല, യാത്ര ദൂരം ഒരു പരിധിയല്ല, ഒരേ സമയം പലയിടങ്ങളിലും കാണുന്നു. അല്ലെങ്കിൽ ഈ അടുത്തിടെ കുംഭമേളയിൽ ബന്ധപ്പെട്ട് സൈനികന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നു. അദ്ദേഹം കേദാർനാഥ് പോലെയുള്ള ഉയർന്ന പ്രദേശത്ത് ജോലി നിൽക്കുന്ന ആളാണ്. അവിടെ കണ്ടൊരു സന്യാസിയെ കുംഭമേള ഡ്യൂട്ടിക്ക് അദ്ദേഹം വരുമ്പോൾ ഇവിടെ കാണുന്നു. ഇവർ ട്രെയിനിലും ഫ്ലൈറ്റിലും ഒക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചവിടെ എത്തുമ്പോഴും ഇവരെവിടെയുണ്ട്. അപ്പോൾ ഇവരെങ്ങനെ യാത്ര ചെയ്യുന്നു, എന്താണ് ഇവിടെ ഒരു മാധ്യമ യാത്രക്കുള്ള മാധ്യമം എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു എന്താ പറയാ, ഒരു അത്ഭുതമുണ്ട്, അല്ലെങ്കിൽ ഒരു മിസ്റ്ററി ഉണ്ടെന്ന് പറയാം. അതൊരു മിസ്റ്ററി ആയിട്ട് പറയണ്ട, അത് റിയാലിറ്റി ആയിട്ട് തന്നെ പറയണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഹിമാലയൻ എക്സ്പീരിയൻസസ് ഉണ്ടല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ മലയാളി മനസ്സിലാക്കിയത് രാമേന്ദ്ര സാറിന്റെ ഗ്രന്ഥങ്ങളിലൂടെയാണ്. അപ്പോൾ അതിൽ തന്നെ അദ്ദേഹം വളരെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അദ്ദേഹം പിന്നെ ഈ ബഹളമൊന്നും വെച്ച് പുറം വേദിയിൽ വരാത്തതാണ് അത് ചർച്ച ചെയ്യപ്പെടാതെ പോയിട്ട്. ഈ എക്സ്പീരിയൻസ് വളരെ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇവരുടെ ബോധം എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ബോധമാണ്. അതൊരു പക്ഷേ സെൻസിറ്റീവാണ്, വളരെ കൃത്യമാണ്. അപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള കാര്യം. പിന്നെ ഇത് കേവല ജ്ഞാനത്തിൽ ഇപ്പം ഞാൻ അങ്ങയെക്കുറിച്ച് പറയുന്നു, എനിക്ക് ചില കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയും. അങ്ങ് വീട്ടിൽ പോയി പറയുക, അങ്ങയുടെ വൈഫും എൻ്റെ വൈഫും ഇദ്ദേഹത്തിൻ്റെ വൈഫും ഒക്കെ ഏതാണ്ട് ഒരേ ധാരണക്കാരാണ്, അവർ മോശക്കാരൊന്നല്ല എൻ്റെ അർത്ഥം. അങ്ങയുടെ വൈഫ് എന്ത് പറയുന്നറിയാം, ചേട്ടാ ഒരു കാര്യം ചെയ്യും, പുള്ളിക്കാരനെ വിളിച്ചിട്ടേ
അദ്ദേഹത്തെ വിളിച്ച് ഇന്ന് ഒന്ന് ചോദിക്കണം, എനിക്ക് അടുത്ത മാസത്തെ ട്രാൻസ്ഫർ ശരിയാവുമെന്ന്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഒരു വിശേഷമുണ്ട്, ഒരു സിദ്ധി വിശേഷമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ജ്ഞാനം അതിനകത്തേ നിൽക്കുള്ളൂ. എൻ്റെ ഭാര്യയെ വിളിച്ച് പറയും, എന്നാൽ അദ്ദേഹത്തിനോട് ചോദിക്കണം കേട്ടോ, ഉമേഷ് സാറിനോട് ചോദിക്കണം, ഇന്ന് നമ്മുടെ കൊച്ചിന് മറ്റേ സെൻട്രൽ സ്കൂളിൽ അഡ്മിഷൻ കിട്ടും. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഈ ജ്ഞാനത്തിനകത്താണ് നമ്മുടെ ബോധം കുടികൊള്ളുന്നത്. ഈ ജ്ഞാനത്തിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു പ്രപഞ്ചബോധത്തിലാണ് അവരുടെ ജ്ഞാനം നിലനിൽക്കുന്നത്. അതുകൊണ്ട് എക്സ്പീരിയൻസ്ഡാണ് ഇവർ. ഇപ്പോൾ അങ്ങിപ്പോൾ സൈനികനെ ഉദ്ധരിച്ചല്ലോ, അത് 100%. കാരണം ഇതുപോലെ ഒരുപാട് എക്സ്പീരിയൻസ് നമ്മുടെ ലൈഫിലുണ്ട് കേട്ടോ, നമ്മുടെ ലൈഫിലുണ്ട്. ഈ ചർച്ച നീട്ടണ്ട, എൻ്റെ ലൈഫിൽ എനിക്ക് ചില എക്സ്പീരിയൻസസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ നല്ല എന്താ പറയുക, അന്ധവിശ്വാസി എന്ന മന്ദബുദ്ധി എന്ന ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പേ ചെന്നൈയിൽ നിന്നൊരു യാത്ര വരുന്നുണ്ട്, ബസ്സിലാണ്. അന്ന് 99 രൂപയാണ് തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈയിലേക്കുള്ള ബസ് ഫെയർ. തിരുവള്ളുവർ ട്രാൻസ്പോർട്ടാണ്. തിരിച്ചും ഞാൻ തിരുവള്ളുവർ. അപ്പോൾ എൻ്റെ വളരെ കുറച്ച് എല്ലാം കൂടെ ഒരു 300-500 രൂപയൊക്കെ ഉള്ളൂ. എനിക്ക് അവിടെ ഒരു ടി നഗറിൽ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഒരു ടെക്നിക്കൽ കോഴ്സൊക്കെ കഴിഞ്ഞാൽ അവൻ അവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത്. അപ്പോൾ അയാളുടെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത്, ജോയി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഞാൻ അവിടെ പോയി അവൻ്റെ കൂടെ ഒരു ദിവസം, അടുത്ത ദിവസം കൂടെ ഭയങ്കര വെയിൽ, ചൂടുള്ള സ്ഥലമാണ്. അടുത്ത ദിവസം താമസിക്കാൻ പറയുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് പോകണം. ഞാൻ തിരിച്ച് കയറുന്ന സമയത്ത് തിരുച്ചിറപ്പള്ളിയിൽ എത്തുമ്പോഴത്തേക്ക് ഈ 99 രൂപ ഞാൻ ടിക്കറ്റ് എടുത്തിരിക്കുന്ന ബസ് ഈ തിരുവള്ളൂർ ട്രാൻസ്പോർട്ട് മാത്രം സ്ട്രൈക്കായി. തമിഴ്നാട്ടിൽ സ്ട്രൈക്ക് വളരെ കുറവാണ്. പക്ഷെ ഉടൻ തന്നെ ഇതായി. പക്ഷേ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ ഭയങ്കരമായ തിരക്കാണ്. അവിടുന്ന് എനിക്കൊരു ചെങ്കോട്ട കൊല്ലം മെയിൽ ട്രെയിനാണ് കിട്ടിയത്. അപ്പോൾ അവിടുന്ന് കുറച്ച് ബാലൻസ് അവർ തന്നിട്ടുണ്ട് ടിക്കറ്റിൻ്റെ. അപ്പോൾ അതുമായിട്ട് ഞാൻ കയറി. പക്ഷേ എനിക്ക് ഒരിക്കലും സീറ്റ് കിട്ടിയില്ല. സീറ്റ് കിട്ടാന്ന് പറഞ്ഞാൽ ഞാൻ കയറിയിരിക്കുന്ന ഈ കമ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് ഈ നമ്മൾ ജിപ്സീസ് ഇല്ലേ, അവർ ഈ പ്രാവിൻ്റെയും കാക്കയുടെയൊക്കെ സ്മെല്ലും മഞ്ഞപ്പൊടിയുടെ സ്മെല്ലും എല്ലായിടവും ഈ ഇതൊക്കെ എന്താ തൊട്ടിലൊക്കെ കെട്ടി കുട്ടികളെ കേട്ട് അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഞെരുങ്ങി നിൽക്കുന്നു. പക്ഷേ ഏതോ ഒരു സ്ഥലത്ത് വരുമ്പോൾ മെയിലെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എല്ലാ വണ്ടികൾക്കും പിടിച്ചിട്ട് കൊടുക്കുന്ന വണ്ടിയാണ്. പക്ഷേ ഏതോ ഒരു സ്ഥലത്ത് വരുമ്പോൾ ഞാൻ അടുത്ത കമ്പാർട്ട്മെൻറ്റിലേക്കാണ് കയറിയാണ്, ഇറങ്ങി കയറിയാണ്. അപ്പോൾ കയറിയപ്പോൾ എൻ്റെ അടുത്തൊരു ചെറുപ്പക്കാരനുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലൊരു ചെറിയ ബാഗുണ്ട്. പക്ഷേ എനിക്ക് അയാളെ ഇഷ്ടപ്പെട്ടില്ല. ചില ആളുകൾ നമുക്ക് ഇഷ്ടപ്പെടില്ല. അയാൾ നല്ല താടിയൊക്കെ ഇട്ട് ജീൻസ് പാൻസും ജീൻസ് ഷർട്ടും ഒക്കെ ഇട്ടിരിക്കുന്നത്. അയാളൊരു സാധു മനുഷ്യനാണ്. എനിക്ക് അയാളെ ഇഷ്ടപ്പെട്ടേയില്ല. അയാൾ എൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ബുക്സിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ കൊല്ലത്തുകാരനാണ്, എനിക്കിങ്ങനെ ഇയാളെ ഫേസ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സ് വഴി ഇയാൾ ഇനിയിപ്പോൾ എൻ്റെ ബാഗ് ഇങ്ങനെ തട്ടിപ്പറിക്കും, എന്നിട്ട് എന്നെ കൊല്ലും. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഈ ബാഗ് അല്ല, ഇദ്ദേഹം കുറേ ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ ഒരു ദിവസം കൊല്ലത്ത് ചിന്നക്കടയിൽ അടുത്ത് വരാൻ പോകുന്ന ദിവസം, ഒരു ചൊവ്വയോ ഞായർ എന്തോ ഒരു ദിവസം ചിന്നക്കടയിൽ വെച്ച് രാവിലെ കാണാം. അപ്പം ഈ ബുക്സും, അപ്പം നമുക്ക് ബുക്സൊക്കെ ബന്ധമാണ്, ബുക്സും പബ്ലിക്കേഷൻ അങ്ങനെ സംസാരിക്കാം, നമുക്ക് കുറേ ബുക്കൊക്കെ സെയിൽ നടത്താം, പുസ്തകം എഴുതാം, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഇത് പിന്നെ കുറച്ചുകൂടെ വിശ്വാസമായി. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതിസന്ധി ഇരിക്കുന്നവർ എൻ്റെ കുറച്ച് കോയിനേ ഉള്ളൂ. കൊല്ലത്തുനിന്ന് പിന്നെ എനിക്ക് ട്രിവാൻഡ്രത്ത് എത്തണം. പക്ഷേ എനിക്ക് വിശപ്പെന്ന് പറഞ്ഞാൽ അസഹനീയമാണ്. ഞാൻ യൂറിൻ പാസ് ചെയ്യാൻ പോലും പോകുന്നില്ല. കാരണം ഈ ബാഗ് വെച്ചിട്ട് പോയി ഇയാൾ എടുത്തുകൊണ്ട് പോകുന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പോകാനും പറ്റില്ല, അങ്ങോട്ട് പോകാനും മറ്റേ അവരുടെ ഒരുപാട് ആൾക്കാരുടെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഏതോ ഒരു പോയിന്റിൽ വെച്ച് ഈ ട്രെയിൻ നിർത്തുന്നുണ്ട്. ഇതൊരു സന്ധ്യയോടടുത്ത് ഈ സമയം. അപ്പോൾ എനിക്ക് നല്ല വിശപ്പാണ്. അന്നത്തെ ദിവസം ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഈ സമയത്ത് ഇയാൾ പുറത്തിറങ്ങിയിട്ട് ഇയാൾ ചോദിച്ചു ചായ വേണമെന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ആ റെയിൽവേ സ്റ്റേഷനെ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ ഞാൻ ഒരു സ്ഥലത്തും ചായയോ മറ്റു സംഭവമൊന്നും കണ്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ ഈ വിൻഡോയുടെ അടുത്ത് വന്നു. ഈ വിൻഡോയുടെ അടുത്ത് വന്നിട്ട് അയാൾ എനിക്കൊരു പാക്കറ്റ് തന്നു. ഇപ്പോഴെനിക്ക് ഓർമ്മയുണ്ട്, ഒരു മഞ്ഞ കവർ ഉള്ളൊരു പാക്കറ്റാണ്. അപ്പം ഇത് ചപ്പാത്തിയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചപ്പാത്തിയാണ് അല്ല പൂരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ചപ്പാത്തി എന്ന് പറയുന്നത് അത് പൂരി എന്ന് പറഞ്ഞു, ഈ മഞ്ഞ കവറകത്ത്. അപ്പോൾ എനിക്ക് അയാളോട് കുറച്ച് സ്നേഹം തോന്നി. കാരണം ഫുഡ് വാങ്ങിച്ചു തന്ന ഒരാളല്ലേ, കുറച്ച് അടുപ്പം തോന്നി. അപ്പോൾ ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുന്നുണ്ട് അവിടെ എവിടെയെങ്കിലും കടകളുണ്ട്. ഒരു കടയോ ഒന്നും തന്നെ ഇല്ല. ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇയാൾ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു കയറുന്നില്ലേ എന്ന് ചോദിച്ചു. ഇയാളുടെ പേരെനിക്ക് ഓർമ്മയില്ല, ദിലീപ് അങ്ങനെ എന്തോ ഒരു പേരാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു കയറുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കയറുകയാണെങ്കിൽ ഇയാൾ ട്രെയിനിൽ കയറണമല്ലോ. പക്ഷെ അല്ല, ട്രെയിനിൽ കയറിയില്ല. ഈ ട്രെയിനിൽ ഇയാൾ കയറിയിട്ടില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ സ്വർഗം കിട്ടിയ വേശി എന്ന് പറയുന്ന കഥയിൽ പറയുന്നത് പോലെ ഞാൻ നോക്കുമ്പോൾ ഇത് പൂരിയാണ്, മസാലയൊക്കെ ഉണ്ട്. ഞാനിത് കഴിച്ച് ഈ കവറിൽ തന്നെ ഞാൻ കൈയെല്ലാം തുടച്ച്, കഴുകാനൊന്നും പോയില്ല, തുടച്ചെന്ന്. പക്ഷേ പിന്നീട് ഞാൻ കൊല്ലത്ത് വന്നു, പിന്നെ അരിഷ്ടിച്ച കാശുമായിട്ടിട്ട് വേണ്ടത്ത് വന്നു.
തമ്പാനൂരിൽ നിന്ന് ഒരു കടയിൽ നിന്നും കടം വാങ്ങിച്ച്, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കട, അവിടെ നിന്ന് കടം വാങ്ങിച്ച് ഞാൻ പിന്നെ വീട്ടിൽ പോയി. അതേസമയം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഞാനോട്ട് കൊല്ലത്ത് കണ്ടുമുട്ടണമല്ലോ, ആ സ്ഥലത്ത് ഞാൻ പോയി. അപ്പോൾ ഇദ്ദേഹം അവിടെ 8 മണിക്ക് വരുമെന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ ഒരു 8 മണി റൗണ്ട് ചെയ്തിട്ട് തന്നെ അവിടെ പോയി. 2 മണിക്കൂർ വിട്ട് വേണ്ടെന്ന് യാത്രയുണ്ട്. അവിടെ പോയിട്ട് രാത്രി 8 മണി വരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. ഇയാൾ വന്നിട്ടേ ഇല്ല. ഇയാൾ വന്നിട്ടേ ഇല്ല. ഇതുപോലെ നമ്മുടെ ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ കോയിൻസിഡൻസ് ആയിട്ട് സംഭവിച്ചതായി കൂടൊന്നുമില്ല. പക്ഷേ എന്നാൽ പോലും ഈ എക്സ്പീരിയൻസുകളെ നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ട് എടുത്താൽ മതി. അവിടെയാണ് നമ്മൾ രാമേന്ദ്ര സാർ പറയുന്ന സമയത്ത് നമുക്ക് മാറി നിൽക്കാൻ കഴിയാതെ. അദ്ദേഹം ഒരുപാട് എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. ഇപ്പം അങ്ങ് സൈനികനെ കുറിച്ച് പറഞ്ഞ എക്സ്പീരിയൻസ് ഹിമാലയത്തിൽ നിന്ന് ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ അതുപോലെ മരിച്ച് പോയ, അതായത് കഷ്ടിച്ച് 1 മണിക്കൂറോ 2 മണിക്കൂറോ മുമ്പ് മരിച്ചുപോയ ഒരാളിനെ ഞാൻ പോകുന്ന വഴിയിൽ ഞാൻ കാണുന്നുണ്ട്. അദ്ദേഹം എന്നോട് താമസിച്ചോ ബാല എന്നിങ്ങനെ ചോദിച്ചു. ബാലകൃഷ്ണൻ എന്നുള്ള ബാല എന്ന് പറഞ്ഞു. കാരണം ഇദ്ദേഹം എന്നോട് സംസാരിക്കാറില്ല. ഞാൻ അത് കഴിഞ്ഞ് നടന്ന് വന്നിട്ട് ഒരു 10-50-100 മീറ്റർ ചെല്ലുമ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ ബിൽഡിങ്ങിലാണ് ഇയാൾ വാടകയ്ക്ക് താമസിക്കുന്നത്. എൻ്റെ നാട്ടിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് ഇവിടെ നിൽക്കണമെന്ന് ചോദിച്ചു. രാത്രിയാണ്, ഒരു 9 മണി സമയം രാത്രി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ് ഒരു ചെറിയ പ്രശ്നമുണ്ടായി കേട്ടോ, മറ്റേ ഇന്നാരെ, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു, ഞാൻ മരിച്ചു പോയിരുന്ന പേര് പറയാത്ത, ഇന്നാരൊരു കുഴപ്പം കാണിച്ചെന്ന് പറഞ്ഞു. എൻ്റെ സുഹൃത്ത് പറഞ്ഞു എന്തോ കുഴപ്പമാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ കുഴപ്പം കാണിച്ചിട്ട് പുള്ളി അങ്ങോട്ട് പോയതാണ്. അവിടെ എന്ത് കുഴപ്പമാണ്? അത് വലിയ കഷ്ടം, പുള്ളി എൻ്റെ പമ്പ് ഹൗസിൽ കയറി വിഷമടിച്ച് മരിച്ചു കളഞ്ഞു. ഇത് ഞാൻ ഈ വിഷയം അടുത്ത ദിവസം 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ നമ്മുടെ പ്രശസ്ത പാരാസൈക്കോളജിസ്റ്റിലെ ഡോക്ടർ ജോർജ് മാത്യു സാർ എന്നോട്ട് ഷെയർ ചെയ്യും. സാർ ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് വേ എനിക്ക് പറഞ്ഞു തന്ന് എന്നെ ബോധ്യപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഓൺ എക്സ്പീരിയൻസസ് ആണ്. അപ്പോൾ അങ്ങേക്കുണ്ട് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. അതുകൊണ്ട് ഈ എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ നമുക്ക് കാണാം. ഇതിനെ ഇനി വിചിന്തനം ചെയ്യാനൊന്നും ശാസ്ത്രീയ വശങ്ങൾ ആലോചിക്കാനൊന്നും പോകണ്ട. നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. പഞ്ചസാരയുടെ മധുരം നമുക്ക് 3 പേർക്ക് 3 ആണെന്നറിയാമല്ലോ. അപ്പോൾ അത് നമ്മൾ സ്വീകരിച്ച് കൊണ്ടുപോയാലേ ഈ സംസ്കൃതി എല്ലാം തന്നെ നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. സമയേറെ വൈകി ഒറ്റ ചോദ്യം എനിക്കറിയാൻ ആഗ്രഹമുണ്ട്, വീണ്ടും ചോദിക്കുന്നത്. നമ്മൾ തുടക്കം മുതൽ പറഞ്ഞതുപോലെ അഘോരികളെ തന്നെയാണ് പറഞ്ഞത്. ഈ അഘോരിയും അങ്ങനെയും പലപ്പോഴും പറഞ്ഞു, അഘോരിയും നാഗസന്യാസിയും പലപ്പോഴും മാറിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് നാഗസന്യാസി എന്ന് കുറഞ്ഞ വാക്കുകളൊന്ന് പറഞ്ഞു തന്നാൽ. അല്ല, നാഗസന്യാസി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നമ്മളുമായിട്ട് മിങ്കിൾ ചെയ്യുന്നവരാണ്. നാഗസന്യാസിമാരോട് നമ്മൾ അനുഗ്രഹിക്കാൻ പറഞ്ഞാൽ അനുഗ്രഹിക്കും. നാഗസന്യാസിമാർ നമ്മളെ കാണുമ്പോൾ നമ്മൾ പറഞ്ഞില്ലെങ്കിലും അനുഗ്രഹിക്കും. നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ലേ? പക്ഷെ അഘോരികൾ നിൽക്കുന്നത് നിങ്ങളെ അനുഗ്രഹിക്കാനല്ല, നമ്മളെ അനുഗ്രഹിക്കാനല്ല നിൽക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവരുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് മോക്ഷ. അതിനിടയ്ക്ക് മറ്റൊന്നും ഇല്ല, ഒന്നുമില്ല. അതായത് അവരുടെ ഒരു കാറ്റഗറി വേണമെങ്കിൽ നമുക്ക് പരുന്തിൻ്റെ കാറ്റഗറിയിൽ പെടുത്താം. പരുന്തിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. എന്താണ്? കോഴിക്കുഞ്ഞിനെ റാഞ്ചുകാൻ, കോഴിക്കുഞ്ഞിനെ സംരക്ഷിക്കുന്ന അങ്ങയെ പരുന്ത് നോക്കുന്നില്ല, മറ്റൊന്നും കണ്ണിപ്പിടിക്കില്ല. പരുന്ത് ആകെ ചെയ്യുന്നത് കോഴിക്കുഞ്ഞിനെ ടാർഗറ്റ് ചെയ്യും. എന്നിട്ട് പരുന്ത് നിൽക്കുന്ന സ്ഥലവും കോഴിക്കുഞ്ഞ് നിൽക്കുന്ന സ്ഥലവുമായിട്ട് അത് മെൻ്റലി അളക്കം, എത്ര വ്യത്യാസത്തിലാണ് നിൽക്കുന്നത് അത് അളന്നതിന് ശേഷം ആ അളവിൽ നിന്നും, അദ്ദേഹം നിൽക്കുന്ന അളവിൽ നിന്നും കോഴിക്കുഞ്ഞിൻ്റെ അളവിലേക്ക് വരുമ്പോൾ കോഴിക്കുഞ്ഞ് നടക്കുകയല്ലേ, കോഴിക്കുഞ്ഞ് നടന്നൊരു 1 മീറ്റർ മുന്നോട്ട് പോകും, പോട്ടെ 1/2 മീറ്റർ മുന്നോട്ട്. ഈ 1/2 മീറ്റർ മുന്നോട്ട് പോകുന്ന ആ ടാർഗറ്റഡ് പോയിന്റിലാണ് പരുന്ത് വീഴുന്നത്. പരുന്ത് ഒരിടത്തും വന്ന് കൊത്തിപ്പറിച്ചിങ്ങനെ കൊണ്ടൊന്നും പോകില്ല. അവൻ വരുന്നു ഈ കാലിൽ തൂക്കിയെടുത്തുകൊണ്ട്. അപ്പോൾ അവന് അത്രയും ഈ ഡിസ്റ്റൻസ് ഇല്ലേ, ഈ ഡിസ്റ്റൻസ് പോലും അവൻ അളന്നുകൊണ്ടാണ് പരുന്ത് കീഴേ ഇറങ്ങുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ അഘോരികളുടെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് മോക്ഷയാണ്. അതുകൊണ്ട് അവർ വേറെ ഒരു കാര്യവും തന്നെ ചെയ്യുന്നില്ല. അവരാകെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർ പ്രാക്ടീസ് ചെയ്യുന്നത് ഇത് മാത്രമാണ്. പഞ്ചമകാരങ്ങൾ മാത്രമാണ്, 5 M's മാത്രമാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. വളരെ സിസ്റ്റമാറ്റിക്കാണ്. അവരെ ഈ ഒരുമാതിരി ഈ കോപ്രായം കെട്ടുന്ന കോമാളികളായിട്ട് ചിത്രീകരിക്കാനേ ശ്രമിക്കരുത്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് അവരുടെ സിസ്റ്റം പോകുന്നത്. മനസ്സിലായി? ഇപ്പം നമുക്കിപ്പോൾ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്. അപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അവർക്കൊരു മാനിഫെസ്റ്റോ ഉണ്ട്. അത് പബ്ലിക്കിന് ശരിയോ തെറ്റോ എന്നുള്ളത് വേറൊരു കാര്യം. ആ മാനിഫെസ്റ്റോയ്ക്ക് അകത്തു നിന്നാണ് ആ പ്രസ്ഥാനം പോകുന്നത്. ചിലപ്പോൾ 50 ആൾക്കാരെ അതിനകത്ത് കാണുള്ളൂ. പക്ഷേ ഈ 50 പേരും
അതിനകത്താണ്. പക്ഷേ വേറൊരാൾ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ കുഴപ്പങ്ങൾ കാണിച്ചാൽ അദ്ദേഹത്തിന് വെച്ച് ഈ പ്രസ്ഥാനത്തെ അളക്കാൻ ശ്രമിക്കരുത്. മനസ്സിലാവുന്നില്ല. കാരണം അവർ 50 പേരേ ഉള്ളൂ. പക്ഷെ അവർ 50 പേരുടെ സിസ്റ്റമാണ്. റിയൽ കമ്മ്യൂണായിരിക്കും. റിയൽ കമ്മ്യൂണ് അവരങ്ങനെയാണ്. എല്ലാം ഒരുമിച്ചാണ്, ഫുഡ് ഒരുമിച്ചാണ്, ചിന്താധാരകൾ ഒരുമിച്ചാണ്, അവരുടെ തോട്ട് പ്രോസസ്സിങ് ഒരുമിച്ചാണ്, പഠന രീതികളും മറ്റു കാര്യങ്ങളെല്ലാം അവർ ഒരുമിച്ച് ചെയ്യുകയാണ്. പക്ഷെ നമ്മൾക്കറിയാം. പക്ഷെ നമ്മൾക്ക് ഇത് പഠിക്കാൻ താല്പര്യമുള്ള വേറെ ഒരാൾ, ഒരു സെൽഫ് ഡിക്ലെയർഡ് കമ്മ്യൂണിസ്റ്റ് പറയാണ് ഞാനാണ് കമ്മ്യൂണിസ്റ്റുകാരൻ. അപ്പോൾ പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കും എന്താണ്. അപ്പോൾ അവൻ അവിടെ ആരെ ഉപദ്രവിച്ചിട്ടുണ്ട്, ചവിട്ടിയിട്ടുണ്ട്, വസ്തു പിടിച്ചു വാങ്ങിച്ചിട്ടുണ്ട്, പെൺകുട്ടികളെ സ്ത്രീകളെ ഉപദ്രവിച്ചു. ഉടൻ തന്നെ നമ്മൾ പറയണം ആ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്രയും വലിയൊരു സിസ്റ്റത്തെ വളരെ താഴ്ത്തി കൊണ്ടുവരാനായിട്ട് ഞാനിപ്പോൾ ആശങ്കപ്പെടുന്ന മറ്റൊരു കാര്യം, അങ്ങ് പറഞ്ഞതുപോലെ ഈ ലെഫ്റ്റ് മൂവ്മെന്റ് ആണെന്ന് പറഞ്ഞില്ല അഘോരികളുടെ. ഇനി അത് ഇവിടത്തെ നമ്മുടെ അഭിനവ ബുദ്ധിജീവികള് ഒരു യാത്ര അല്ലല്ല, ഇത് നമ്മുടെ ഹൈന്ദവത്തിനകത്തെ വാമമാർഗികൾ എന്ന പ്രയോഗം തന്നെയുണ്ട്. വാമം ലെഫ്റ്റ്, നമ്മൾ വാമഭാഗം, ഭാര്യ ഇടത് ഭാഗമാണല്ലോ. വാമഭാഗം. ഈ വാമഭാഗം എന്ന് പറയുന്നത് കുറച്ചുകൂടെ സീരിയസ് ആണ്. ഈ കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ചും അവർ നിന്നിരുന്ന ചിന്തയിൽ നിന്ന് മാറിക്കൊണ്ട് പുതിയൊരു ധാര രൂപീകരിച്ചു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് അതുകൊണ്ട് ഈ വാമമാർഗികൾ എന്ന് പറയുമ്പോൾ ലെഫ്റ്റിസ്റ്റ്, ഇടത് ഭാഗം, നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ലെഫ്റ്റിസ്റ്റ് എന്ന് പറയും. അപ്പൊ ഇടത് ഭാഗം എന്ന് പറഞ്ഞാൽ മറ്റതിനെ എല്ലാം തന്നെ ഒരു പരിധിവരെ പറഞ്ഞാല് നിലവിലുള്ള സമ്പ്രദായത്തെ വെല്ലുവിളിച്ചു. പക്ഷെ വെല്ലുവിളിച്ചു എന്ന് പറഞ്ഞാൽ ആ സമ്പ്രദായത്തെ ഉപദ്രവിച്ചെന്ന് അർത്ഥമില്ല. ഇവരൊരു ഭാഗത്തേക്ക് മാറി. ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ ഈ പ്രോഗ്രാം ഇങ്ങനെ ഈ വിഷയം ഡിസ്കസ് ചെയ്തു. പക്ഷെ എനിക്ക് ഇതിൽ കൂടുതൽ പറയണമെന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഈ ക്യാൻവാസിൽ എനിക്ക് അതിന് അനുവാദം തരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ഈ ക്യാൻവാസ് മോശമെന്നല്ല. ഞാൻ അതുകൊണ്ട് എന്ന് വെച്ചാൽ ഞാൻ ഇനിയിപ്പോ ഒരു ചാനൽ തുടങ്ങും, എന്നിട്ട് എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ അതിൽ പറയും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ ഞാൻ എതിരെന്ന അർത്ഥമില്ല, നിങ്ങളുടെ ചാനൽ എനിക്കും എതിരല്ല. ഇതിൽ ഇങ്ങനെ പറ്റുള്ളൂ. കാരണം ഇതിനൊരു ക്യാൻവാസ് ഉണ്ടല്ലോ. ഈ ക്യാൻവാസിൽ നമ്മൾ എഴുതി വെക്കപ്പെട്ട ഒരു മാനിഫെസ്റ്റോ ഇതിനകത്തുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പൊ ഈ ചാനൽ ഇങ്ങനെയാണ് പറയേണ്ടത്. പക്ഷെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് ഇപ്പൊ ഈ ഭസ്മം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ നിങ്ങൾ അനുവദിക്കില്ലല്ലോ ഭസ്മം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. അതുകൊണ്ട് ഞാനെന്ന് വെച്ചാൽ ഭസ്മവും പനിനീരും ചന്ദനവും കർപ്പൂരവും എല്ലാം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ എൻ്റെ ചാനലിൽ നാളെ തൊട്ട് ഇരുന്ന് പറയും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ചാനലിൽ ഞാൻ എതിരെന്നല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത്രയും നല്ലൊരു സംവിധാനം, ഇത്രയും നല്ല സ്വാതന്ത്ര്യമാണ് ഈ അഘോരികളെ പറയുന്ന സമയത്തും ഇത്രയും വലിയൊരു സ്വാതന്ത്ര്യമാണ് ഹൈന്ദവൻ നമുക്ക് തന്നിരിക്കുന്നത്. എന്തു വേണോ ചെയ്യാം. ഹൈന്ദവം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സനാതനം തന്നെയാണ്. ഞാൻ കുറച്ചുകൂടെ സനാതന വ്യാപനത്വമാകുന്നില്ല. ഈ ഹൈന്ദവം എന്ന് പറയുന്ന വ്യാപനത, ഹൈന്ദവം എന്ന് പറഞ്ഞാൽ പ്രാപഞ്ചികമാണ്. സനാതനം അതിനകത്തുള്ളൊരു സ്പിരിച്വാലിറ്റി മാത്രമാണ്. ഇത് ഒരു എന്താ പറഞ്ഞാൽ പ്രാപഞ്ചികം എന്ന് പറയില്ലേ, നിറഞ്ഞിരിക്കുന്നു, എല്ലായിടവും നിറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ സൂര്യനെ രാവിലെ കഴിച്ച് ഓം നമോ ഭഗവതേ ദുർഭ്യം എന്ന് പറഞ്ഞിട്ട് പിന്നെ നമോ നമ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ നമ്മുടെ ബാലസൂര്യനെ പ്രാർത്ഥിക്കാറുണ്ട്. കിഴക്കോട്ട് രാവിലെ വടക്ക് കിഴക്ക് മൂലയിലോ കിഴക്കോ വരുന്ന സൂര്യന് അങ്ങനെ പ്രാർത്ഥിക്കും. ഓം നമോ ഭഗവതേ ദുർഭ്യം ആദിത്യായ നമോ നമ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മൾ സൂര്യനെ പ്രാർത്ഥിക്കുന്നു എന്നല്ല അർത്ഥം. നമ്മൾ ആദിത്യനെയാണ് പ്രാർത്ഥിക്കുന്നത്, സൂര്യനല്ല. സൂര്യനും ആദിത്യനും വേറെയാണ്. കോടിക്കണക്ക് സൂര്യന്മാരുടെ നാഥനായി ആരാണോ വാണരുളുന്നത് അവൻ അത്രേ ആദിത്യൻ. അപ്പോൾ നമുക്ക് സൂര്യനെ കാണാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് സൂര്യൻ ഇങ്ങനെ രാവിലെ വന്ന് ബാലസൂര്യൻ ഗർഭസ്ഥ ശിശുവിനെ വഹിച്ചുകൊണ്ട് ഒരു 6:15 മണിക്ക് അദ്ദേഹം അവിടെ നിൽക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ നോക്കി ആദിത്യ നമസ്കാരം, നമസ്തുതേ, പ്രണാമം എന്ന് നമ്മൾ പറയുന്നത് യഥാർത്ഥത്തിൽ മറ്റേ അദ്ദേഹത്തെയാണ്, സുപ്രീം പവർ. സയന്റിഫിക്കലി കറക്റ്റ്. എത്രയോ സൂര്യന്മാർ. അതെ അതെ അതെ. അതാണ് ആദിത്യൻ. സൂര്യനും നമ്മൾ പര്യായം പറയുമ്പോൾ സൂര്യൻ ആദിത്യൻ എന്ന് പറയല്ല, അത് തെറ്റാണ്. നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ പഠിച്ചാൽ മതി. ആദ്യം ഭൂമി പരന്നും പിന്നെ ഉരുണ്ടുമാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ ഈ ബോധം നമുക്ക് വേണമെന്നുള്ള, ഈ രണ്ടായിട്ട് കാണുന്നതിനേക്കാൾ ഈ അദ്വൈതത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ദ്വൈതം പഠിച്ചിട്ട് അദ്വൈതത്തിലേക്ക് വരണം. രണ്ടായി കണ്ടതിന് ശേഷം അല്ലെങ്കിൽ പ്രശ്നം എന്താ പറയുക, ഞാൻ ഈ ചർച്ച നീണ്ടുപോകുന്നു, ഞാൻ അത് പറഞ്ഞ അവസാനിപ്പിക്കും. അതായത് അല്ല, ഒരു കുട്ടി സ്കൂളിൽ പോയി, ഒരു മോൻ, അവന് സ്കൂളിൽ പോയിട്ട് അവൻ ആദ്യമായിട്ട് സ്കൂളിൽ ചേർത്ത് അവൻ വീട്ടിൽ വന്ന് അവന് വന്നിരുന്നിട്ട് അപ്പോൾ അവൻ്റെ അച്ഛൻ ശകലം പാട്ടീസൊക്കെ അടിക്കുന്ന ആളാണ്. അദ്ദേഹം വൈകുന്നേരം വന്ന് ചോദിച്ചു, ഇന്ന് എന്ത് പഠിപ്പിച്ചതാ സ്കൂളിൽ ടീച്ചർ? പറഞ്ഞ ടീച്ചർ ഭൂമി ഉരുണ്ടതാണെന്ന് പഠിപ്പിച്ചു. അദ്ദേഹത്തിന് ദേഷ്യം. അദ്ദേഹം പറഞ്ഞു, കണ്ടോടാ നീ ഇത് എവിടെയാ ഭൂമി ഉരുണ്ടിരിക്കുന്നത്, ഇത് പരന്നല്ലടാ ഇരിക്കുന്നു പറഞ്ഞു. ഭൂമി പരന്നതാണ് കേട്ടോടാ.
അപ്പോൾ പിറ്റേ ദിവസം ചെന്നപ്പോൾ പാവൻ ടീച്ചർ ചോദിച്ചു, ആ മക്കളെ ഭൂമി എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാ കുട്ടികളും ഉരുണ്ടെന്ന് പറഞ്ഞു, ഇവൻ മാത്രം പരന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, മക്കളെ അങ്ങനെയല്ല, ഭൂമി ഉരുണ്ടാണ് ഇരിക്കുന്നത് പറഞ്ഞു. പിറ്റേ ദിവസം ഇവൻ വീട്ടിൽ പോയപ്പോൾ തന്ത വീണ്ടും ചോദിച്ചു. അപ്പോൾ ഉരുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അടി കൊടുത്തു, ഇവന് അടി കൊടുത്തു, ഇവന് നല്ല വേദനിച്ച്. പിറ്റേ ദിവസം ടീച്ചർ ഇവനെ മാത്രം വിളിച്ച് ചോദിച്ചു. കാരണം കഴിഞ്ഞ ദിവസം അങ്ങനെയാണല്ലോ മോൻ പറഞ്ഞ, മോനെ ഭൂമി എങ്ങനെ ഇരിക്കുന്നു? അവൻ പറഞ്ഞ്, ടീച്ചറെ ഭൂമി സ്കൂളിൽ വരുമ്പോൾ ഉരുണ്ടും വീട്ടിൽ ചെല്ലുമ്പോൾ പരന്നു ഇരിക്കുന്നു എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഈ തരത്തിലാണ് നമ്മൾ നിന്ന് പോകണം. കാരണം നമുക്ക് വഴങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ പല ആളുകളും കണ്ടിട്ടില്ലേ, നമ്മളിപ്പം അമ്പലത്തിൽ പോയി, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം ഒരു സാധു മനുഷ്യനാണ്. അദ്ദേഹം അമ്പലത്തിനകത്ത് കയറി ഇതിടും, ചന്ദനക്കുറിയൊക്കെ ഇടും. എന്നിട്ട് പുറത്തിറങ്ങി, അദ്ദേഹം വേറെ യൂണിയൻ നേതാവൊന്നുമല്ല, പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം ഇത് മായ്ച്ചിട്ടാണ് ഓഫീസിൽ പോണത്. കാരണം എന്തെന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല, ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റം നിലവിലിരിക്കണം. അതുകൊണ്ട് ഇത് സംഭവം ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ കുറി ഇടണമെങ്കിൽ ഇടണ്ടെങ്കിൽ ഇടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ സറൗണ്ടിങ് അദ്ദേഹത്തിനെ അങ്ങനെ നിർമ്മിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ഈ ബോധം വളരെ പ്രധാനം. അങ്ങയുടെ ചോദ്യം എന്താണ്? ഇത് അവസാനത്തെ ചോദ്യം ഇടയ്ക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി ചോദിക്കുന്നത്. ഈ അങ്ങ് പറഞ്ഞു ഇവര് കപാലം ധരിക്കുകയല്ല, കപാലം എപ്പോഴും കയ്യിൽ കരുതുന്നവരാണ്. അതിന്റെ ഒരു പിന്നിലെ അതിന്റെ ഒരു ഇവര് എന്താണ് അതിന്റെ ഒരു ഈ അങ്ങയെ സംബന്ധിച്ച്, എന്നെ എപ്പോഴും അങ്ങേ പറയണ്ട, എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ ഈ ഷൂട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഇദ്ദേഹത്തിനോട് പറയാൻ പോണത്, അയാളുടെ തടി കണ്ടോ എന്ന് പറയും. തടി എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ശരീരത്തെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ തടി എന്ന് പറയുമ്പോൾ ഒരു വ്യംഗ്യ അർത്ഥമുണ്ട്. എന്താണെന്നറിയാം വ്യംഗ്യ അർത്ഥം? ഇത് കത്തിച്ച് കളയാനുള്ളതാണെന്നാണ്. ഒരു കാര്യമില്ല, മോഹൻലാൽ സിനിമയിൽ പറയില്ലേ ചുമ്മാ എന്ന് പറയില്ലേ, അതുപോലെ ഇത് കത്തിച്ച് കളയേണ്ട ഒരു സാധനവുമായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പോൾ തടി എന്തിനുള്ളതാണ്? കത്തിച്ച് കളയുന്നതാണ്. നമ്മുടെ ഈ ഗുരു പരമ്പര പരിശോധിച്ച് നോക്കിയാലേ, ഈ വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾ, പ്രത്യേകിച്ച് അച്ഛൻ പിതാക്കന്മാരാണ്, അവർ തങ്ങളുടെ മക്കളെ ഗുരുകുലത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കയ്യിലൊരു മരക്കഷ്ണം കൂടെ കൊടുത്തയക്കുമായിരുന്നു. ഇതൊരു ബോധമാണ്, നീ ഇതുപോലൊരു മരക്കഷ്ണമാണ്, ഇത് കത്തിച്ച് കളയാനുള്ളതാണ്. നമ്മൾ എവിടെയെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, സാന്ദീപനി മഹർഷിയുടെ ആശ്രമം പരിശോധിച്ചാൽ പോലും ബാക്കിയുള്ള ആശ്രമങ്ങളിൽ നമ്മുടെ കഥകളായിട്ട് കാണുക, അതിൽ പരിശോധിക്കുമ്പോൾ ഈ ഗുരുപത്നി തൻ്റെ പതിയുടെ ശിഷ്യന്മാരെ കാട്ടിലയക്കാറുണ്ട്. പോയി 2 കപ്പയ്ക്ക വാങ്ങിച്ചിട്ട് വാന്ന് പറഞ്ഞ് ഇതുവരെ അയച്ചിട്ടില്ല. വിറക് ശേഖരിക്കാനാണ് വിടുന്നത്. വിറക് ശേഖരം കുട്ടികൾക്കൊരു കൗതുകവും കൂടെ, വിറക് ശേഖരം. അപ്പം ഈ വിറകെന്ന് പറയുന്നത് ഒരു പ്രതീകമാണ്. നിന്റെ ഈ ശരീരത്തിൽ നിന്നും ഈ സാമഗ്രി ഉണ്ടല്ലോ, ഈ ശിവം എന്ന് പറയുന്ന അവസ്ഥ, അത് ഇറങ്ങിപ്പോയാൽ ഇത് ശവമാണ്. അതുകൊണ്ടാണ് നമ്മൾ നെറ്റിയിൽ ഭസ്മക്കുറി അണിയുന്നത്. നെറ്റിയിൽ ഭസ്മക്കുറി അണിയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ കപാലം എന്ന് പറയുന്ന ഒരു ബോധമാണ്, ഞാൻ ഈ റിയാലിറ്റി മാത്രമാണ്. മനസ്സിലാവുന്നുണ്ടേ? നമുക്ക് നമ്മുടേനകത്ത് എല്ലാ സിമ്പിൾസും അങ്ങനെയുണ്ട്. ഈ മഹാദേവൻ കയ്യിലൊരു സാമഗ്രി വെച്ചിട്ടുണ്ട്, തൃശൂലം. ഈ പറയാൻ പോകുന്നത് ഇടയ്ക്ക്. അപ്പോൾ ഈ തൃശൂലം, അപ്പോൾ നമുക്ക് തൃശൂലം എന്ന് പറയുന്ന അദ്ദേഹം നടരാജ നടനം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കരുതുന്ന ഒരു ആയുധമാണ്. അതെല്ലാം ഈ സീരിയലുകാരൊക്കെ വന്നിട്ട് അങ്ങനെയൊക്കെ ചില കുത്തിപ്പിടിക്കുന്ന സാധനം ഉണ്ടെന്ന്. ഇതൊരു ബോധമാണ്. ഈ ബോധം നമ്മളോട് സംസാരിക്കുകയാണ്. എന്ത് സംസാരിക്കുന്നു അറിയാമോ? നീ എല്ലാ സമയവും ചിന്തിച്ചു കൊണ്ടേയിരിക്കണം. തോട്ടാണ്. ഗായത്രി മന്ത്രം പറയുന്നത് എൻ്റെ ഭാര്യയ്ക്ക് സൗന്ദര്യം തരണമേ, എൻ്റെ കൊച്ചിന് അഡ്മിഷൻ തരണമേ എന്നല്ല പറഞ്ഞത്. ഗായത്രി പറഞ്ഞത് ധിയോ യോന പ്രചോദയാത്, റൗസ് ദി വിസ്ഡം. ഞങ്ങളുടെ ബുദ്ധിയെ പ്രചോദിപ്പിച്ചു തന്നാൽ ഞങ്ങൾ ബാക്കിയെല്ലാം ചെയ്യാം. മനസ്സിലാവുന്നില്ലേ? ആ ബുദ്ധിയെ പ്രചോദിപ്പിച്ചാൽ മാത്രം മതി. അത്രയും സയൻറ്റിഫിക്കാണ്, ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് തൃശൂലം ബോധത്തെയാണ്. നീ എല്ലാ സമയത്തും ചിന്തയിലേക്ക്, നീ എല്ലാ സമയവും ചിന്തിച്ചു കൊണ്ടേയിരിക്കണം. നിന്റെ ചിന്ത ആഴത്തിലുള്ളതായിരിക്കണം, താഴോട്ട് പോകുന്നത്. നിന്റെ ചിന്ത സൂക്ഷ്മമായിരിക്കണം. കണ്ടില്ലേ? സെൻട്രൽ വരുന്ന നിന്റെ ചിന്ത വ്യാപനം ചെയ്യുന്നതായിരിക്കണം, പരന്നതായിരിക്കണം. ഈ 3 സാധനം അങ്ങയുടെ ജീവിതത്തിൽ സ്വീകരിച്ചാൽ മതി. കറക്റ്റ്. അങ്ങനെ ഒരു കാര്യം കൂടെ, ഈ ലക്ഷ്മി ദേവി, അതിൽ മഹാ ചേർത്തപ്പോൾ എന്തായി? മഹാലക്ഷ്മി. വിഷ്ണുദേവൻ മഹാ ചേർത്തപ്പോൾ മഹാവിഷ്ണു. ഗണപതി മഹാഗണപതി. ഹനുമാൻ മഹാഹനുമാൻ. പരമേശ്വരന്റെ കൂടെ നിങ്ങൾ മഹാ ചേർത്ത ഇതുവരെ മഹാദേവൻ ഇല്ല. എങ്കിൽ മഹാപരമേശ്വരൻ എന്ന് പറയില്ല. പരമശിവന്റെ കൂടെയും ചേർത്തില്ല, എങ്കിൽ മഹാപരമശിവൻ എന്ന് പറയും. പക്ഷെ മഹാദേവൻ എന്ന് പറഞ്ഞാൽ അങ്ങയ്ക്കും എനിക്കും
ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആളുകൾക്ക് എല്ലാം തന്നെ മഹാദേവൻ എന്ന് പറഞ്ഞ് എന്ത് മനസ്സിലായി? ശിവൻ എന്ന് മനസ്സിലായി. അപ്പൊ ഈ ബാക്കി എല്ലാ സൗന്ദര്യവും ആടയാഭരണങ്ങളും എല്ലാം ഒരുക്കിയിരിക്കുന്ന ദേവദേവാധിപന്മാർക്കെല്ലാം തന്നെ മഹാ ചേർക്കും അവരുടെ പേരാണ് വരുന്നത്. മഹാ ചേർക്കും അവരുടെ പേര് വരും. ഇവിടെ മഹാദേവൻ ഒന്നും ചെയ്തിട്ടില്ല. എന്തോന്ന് ഉടുത്തിരിക്കുന്നത്? പുലിത്തോല്, ചിലപ്പോൾ ആനത്തോലെ. എന്താ ധരിച്ചിരിക്കുന്നത്? പാമ്പുകൾ. എന്താ അണിഞ്ഞിരിക്കുന്നത്? ചുടല ഭസ്മം. എവിടെയാ കഴിയുന്നത്? ചുടല. എന്നിട്ടും അദ്ദേഹത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു എന്നറിയാമോ? മഹാദേവൻ എന്ന് വിളിക്കുകയാണ്. മഹാദേവ, ശംഭോ മഹാദേവ എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം എന്തുകൊണ്ട് മറ്റ് ദേവന്മാരിൽ നിന്ന് വൈശിഷ്ട്യമായ മഹാദേവ സ്ഥാനം ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ഈ വിശ്വത്തിൻ്റെ അദ്ദേഹത്തിനാണ് നമ്മൾ തൃക്കണ്ണൻ എന്നൊക്കെ പറയും. വേറെ ആരുടെയും ഒരു ദേവനെയും നമ്മൾ തൃക്കണ്ണുണ്ടെന്ന് പറയില്ല. രാവണനെ നമ്മൾ അപ്പുറത്ത് നിർത്തിയിട്ട് തലയെന്നൊക്കെ പറഞ്ഞു, ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇദ്ദേഹത്തിന് നമ്മൾ മൂന്നാം കണ്ണുണ്ട്. അദ്ദേഹം മൂന്നാം കണ്ണ് തുറക്കും തൃക്കണ്ണൻ എന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഈ തൃക്കണ്ണെന്ന് പറയുന്നത് തേർഡ് സെൻസ് തന്നെയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ മഹാരഹസ്യങ്ങൾ മുഴുവൻ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ ശിവൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നമ്മൾ മഹാദേവൻ എന്ന് വിളിക്കുന്നത്. ഈ രഹസ്യം, ഇപ്പം അങ്ങ് കുറച്ച് രഹസ്യം സൂക്ഷിക്കുക, അങ്ങും സൂക്ഷിക്കുക, ഞാനും ഈ രഹസ്യം സൂക്ഷിച്ച ഒരു പ്രശ്നമുണ്ട് നമുക്ക്. നമ്മുടെ ശരീരം ചെറുതായിട്ട് ചുട്ടുപൊള്ളും. പുള്ളി ചോദിക്കും, ഇപ്പം നമ്മൾ രാവിലെ എന്ത് കഴിച്ചെന്ന് ചോദിച്ചു. ഇപ്പം ഞാനിവിടെ വന്ന് അങ്ങനെ എന്ത് കഴിച്ചു? അപ്പം ഞാൻ പറഞ്ഞു ബൂസ്റ്റ് കഴിച്ചു എന്ന്. ഞാൻ പഴങ്കഞ്ഞി കഴിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ബൂസ്റ്റ് കഴിച്ചു എന്ന് പറയുന്നതോടുകൂടി മറ്റേ രഹസ്യം ഞാൻ സൂക്ഷിച്ചിരിക്കുകയാണ്, പഴങ്കഞ്ഞിയുടെ. എന്നിൽ പ്രശ്നം തുടങ്ങും. ഇപ്പോൾ ഇദ്ദേഹം ചോദിക്കും ബൂസ്റ്റിൻ്റെ വില എത്രയാണ്, ബൂസ്റ്റിൻ്റെ മണം എന്താണ്, അതിൻ്റെ രുചി എന്താണ്, അതെന്ത് പാക്കറ്റിൽ വന്നു, എത്ര ഗ്ലാസ് വെള്ളത്തിൽ കലക്കി. വേറെ രഹസ്യം ഒളിപ്പിച്ചതിൻ്റെ പ്രശ്നം രൂക്ഷമാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ മഹാരഹസ്യം ഒളിപ്പിച്ചിരിക്കുന്ന കാരണത്താൽ മഹാദേവൻ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശരീരം എന്ത് ചെയ്യുന്നറിയാമോ? ചുട്ടുപൊള്ളുന്നുണ്ട്. നമ്മളൊരു മനുഷ്യ സഹജമായ ചിന്തയിലാണ് ചുട്ടുപൊള്ളുന്നത്. ഇദ്ദേഹത്തിൻ്റെ ശരീരം ഇങ്ങനെ ചുട്ടുപൊള്ളുന്നത് കൊണ്ടാണ് ഈ ദേവാദിദേവൻ എവിടെ ഇരിക്കുന്നറിയാമോ? കൈലാസത്തിലിരിക്കുന്നത്. ആ ചൂട് കൊണ്ടാണ് കൈലാസം സദാ ഉരുകുകയും ആ വെയിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ലോകശാസ്ത്രജ്ഞന്മാരെല്ലാം എത്രയോ കാലമായിട്ട് കൈലാസത്തെ ഒന്ന് ടേപ്പൊക്കെ പിടിച്ച് അളക്കാൻ നോക്കുന്നുണ്ട്. ഇങ്ങോട്ട് അളന്നപ്പോൾ അങ്ങോട്ട് പോയി, അങ്ങോട്ട് പോയപ്പോൾ ഇങ്ങോട്ട് പോയി, കയറിയ വഴി അടഞ്ഞു പോയി, പിന്നെ കാണാനില്ല. ആദ്യ കൈലാസത്തിൽ പോകരുത്, ആരും പോയിട്ടുമില്ല. മറ്റേ കൈലാസത്തിൽ വെള്ളത്തിൽ തുടരുത്, ഇപ്പോൾ തൊട്ടിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് ഈ ശൈവം എന്ന് പറയുന്ന, ശിവം എന്ന് പറയുന്ന മഹാബോധത്തിലാണ്. ഈ ബോധം മനുഷ്യനിലേക്കും മെസ്സേജ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങൊരു പുരുഷനാണല്ലോ, നമ്മൾ 3 പേരും പുരുഷന്മാരാണ്. അങ്ങയുടെ സഹോദരിയുമായും, ഭാര്യയുമായിട്ടല്ല സഹോദരിയുമായും, അങ്ങയുടെ മകളുമായും, അങ്ങയുടെ അമ്മയുമായും, അങ്ങയുടെ മകള്, അങ്ങയുടെ സഹോദരി, അങ്ങയുടെ അമ്മ, കാമുകിയല്ല, ഭാര്യയുമല്ല. അപ്പോൾ ഇത്രയും വലിയ ബാന്ധവമാണ്. മകൾ, സഹോദരി, അമ്മ, ഈ 3 പേരുമായിട്ട് അങ്ങ് ശിവക്ഷേത്രത്തിൽ പോകുമല്ലോ. ശിവക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് അങ്ങയിൽ ഏതെങ്കിലും സമയത്തൊരു ബോധം വന്നിട്ടുണ്ടോ? അതൊരു ലിംഗമാണ് ക്ഷേത്രത്തിൽ കാണുന്നതെന്ന്. അങ്ങും അമ്മയും, അങ്ങും സഹോദരിയും, അങ്ങും മോളും. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മുടെ ഈ സഹോദരങ്ങളോടൊപ്പം ചേർന്ന് നിന്നാണ് ഈ ശിവലിംഗത്തെ പ്രാർത്ഥിക്കുന്നത്. അവിടെ ലിംഗം എന്ന് പറയുന്നൊരു ബോധം നമ്മളിലേക്കില്ല. അത് നമുക്കാരാണ്? ഭഗവാനാണ്. ഈ ഭഗവത് ബോധം നമുക്ക് തന്നിരിക്കുന്നതാണ് ഈ സനാതന സംസ്കൃതിയുടെ ഏറ്റവും വലിയ വൈശിഷ്ട്യം. പക്ഷേ അതേസമയം പുറത്തെവിടെയെങ്കിലും ഒരു പടം വരച്ച് വെച്ച് നോക്കിയിട്ട് ലിംഗത്തിൻ്റെ നമുക്ക് അപ്പോഴറിയാത്തതാണ്. നമ്മൾ സഹോദരിയെ മാറ്റിക്കളയും, അമ്മയെ മാറ്റിക്കളയും, മകളെ മാറ്റും, ഭാര്യയായിട്ട് വേണമെങ്കിൽ പോകാൻ പറ്റും, പക്ഷെ മാറ്റിക്കളയും. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ബോധതലത്തിലേക്ക് നമ്മളറിയാതെ നമ്മളിലേക്ക് മെസ്സേജ് ചെയ്യുന്ന ഒരു ശാസ്ത്രശാഖ ഏതാണെന്ന് ചോദിച്ചാൽ അതിതാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സനാതനം എന്ന് വിളിക്കുന്നത്. ഈ ധർമ്മമാണ് ഒരു കാലത്തും അഴിവില്ലാതെ നിലനിൽക്കുന്നത്. അനശ്വരം എന്ന് പറഞ്ഞാൽ പറ്റൂല. അനശ്വരത്തിനൊക്കെ ഒരു ബൗണ്ടറി ഉണ്ടാവും. ബൗണ്ടറി നമ്മൾ ഈ സിദ്ധ സമാധീസിലൊക്കെ പോകുന്ന സമയത്തെ നമുക്ക് അവിടെ വലിയ അത്ഭുതങ്ങളുണ്ടാവും. അവിടെ ഒരു ശാസ്ത്രത്തിന്റെ അളവുകോലിനോ ഒരു പുരോഹിതന്റെ അളവുകോലെന്ന് വെച്ച് പരിശോധിക്കാൻ പറ്റില്ല. നമ്മൾ തമിഴ്നാട്ടിൽ ചില ക്ഷേത്രങ്ങളിൽ പോകുന്ന സമയത്ത് ഭഗവത് ചൈതന്യത്തിൻ്റെ എത്രയോ മീറ്ററുകൾക്ക് പുറത്ത് വെച്ചിരിക്കുന്ന വിളക്കുണ്ടല്ലോ. ആ വിളക്ക് ഒരു വേള അകത്തോട്ട് തിരിനാളം പോവുകയും മറുവേള പുറത്തോട്ട് തിരിനാളം പോകും. അപ്പുറത്തെ വിളക്കെല്ലാം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്.
കാരണം അത് ഭഗവത് ശ്വാസത്തിനനുസൃതമായിട്ടാണ്, ശ്വാസനിശ്വാസങ്ങൾ അതിനകത്ത് അനുസൃതമായിട്ടാണ് അകത്തോട്ട് പോവുകയും പുറത്തു പോവുകയും. ഇതിനൊന്നും ഒരു ശാസ്ത്രവും വെച്ച് നമുക്ക് അളക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ശാസ്ത്രം തെറ്റെന്നൊന്നുമല്ല അർത്ഥം. നമുക്കിപ്പോൾ കാല് മുറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ ഉടൻ തന്നെ ഒരു ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വെക്കണം, വേണ്ടി വന്നാൽ ഒരു സ്റ്റിച്ചൊക്കെ ഇട്ട് സർജറി ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആത്മീയ ബോധം ഇല്ല എന്നല്ല അർത്ഥം. മനസ്സിലാവുന്നില്ല. നമ്മൾ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ആത്മബോധവും നഷ്ടപ്പെട്ടിരിക്കുന്നു, ആത്മീയ ബോധവും നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ആത്മബോധവും ആത്മീയ ബോധവും നമ്മൾ നേടുന്നതിൽ പരാജിതരായിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ട്? അപ്പം ഈ ആത്മബോധം ആത്മീയ ബോധം, നമുക്ക് രാഷ്ട്രത്തെ നമ്മുടെ രാജ്യത്തെ നമ്മൾ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ മറ്റൊരു രാജ്യത്തെ എതിർക്കണമെന്നല്ല അർത്ഥം. നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? രാഷ്ട്രബോധവും വേണം, രാഷ്ട്രീയ ബോധവും വേണം. നമുക്ക് രാഷ്ട്രബോധവും രാഷ്ട്രീയ ബോധം ഉണ്ടെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ എതിർക്കുന്നതെന്നോ ചൈനയെ എതിർക്കുന്നതെന്നോ അല്ല അതിൻ്റെ അർത്ഥം. നമുക്ക് രാഷ്ട്രബോധവും രാഷ്ട്രീയ ബോധം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പം നമുക്ക് മാതൃബോധം എന്ന് പറഞ്ഞാൽ, എനിക്ക് മാതൃബോധം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എൻ്റെ അമ്മയെ ബന്ധിതമായി അമ്മയെ സ്നേഹിക്കുന്നു, ഉൾക്കൊള്ളുന്നു, ആവാഹിക്കുന്നു എന്നാണ്. അതിൻ്റെ അർത്ഥം അങ്ങയുടെ അമ്മയെ ചീത്ത പറയുന്നു എന്നല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹോദരിയെ ചീത്ത പറയുന്നു എന്ന് അർത്ഥമില്ല. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിലുള്ള ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങ് ചോദിച്ചിടത്ത് കൺക്ലൂഡ് ചെയ്യാന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ട് അതുകൊണ്ട് ഈ അഘോരി സിസ്റ്റം എന്ന് പറയുന്നത് വളരെ സയന്റിഫിക് ആയിട്ടുള്ള സിസ്റ്റമാണ്. ഇപ്പം നമ്മൾ 3 പേരും അല്ലെങ്കിൽ കണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ ഏറെക്കുറെ പേർക്കും നമ്മൾ എത്ര പരിശ്രമിച്ചാൽ പോലും ഒരു അഘോരിയാകുക എളുപ്പമല്ല. കാരണം ഒരു അഘോരി ഉണ്ടാകുന്നത് അത്ര എളുപ്പമായിട്ടുള്ള ഒരു മാർഗ്ഗമല്ല. അതുകൊണ്ട് ഇതിനെ വളരെ സയന്റിഫിക് ആയിട്ട് മാത്രമാണ് ഇതിനെ സമീപിക്കേണ്ടത്. ഓരോ സിസ്റ്റവും അങ്ങനെ തന്നെയാണ്. ഓരോ സിസ്റ്റവും നമ്മൾ ഏത് വിഭാഗങ്ങൾ, ഏത് വിശ്വാസ സംഹിതയിൽപ്പെട്ടതും സയന്റിഫിക് തന്നെയാണ്, ശാസ്ത്രാധിഷ്ഠിതമാണ്. പക്ഷെ നമ്മൾ ഈ സന്യാസി സമൂഹങ്ങളിൽ നിന്ന് തന്നെ വേറിട്ട് നിൽക്കുന്ന ഇവരുടെ പന്ഥാവെന്ന് പറയുന്നത്, ഇവരുടെ വഴിത്താര എന്ന് പറയുന്നത് വളരെ ശാസ്ത്രീയമാണ്, അധിഷ്ഠിതമാണ്, ശാസ്ത്രീയ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഉൾക്കൊണ്ട് തന്നെ ഈ അഘോരിയെ പഠിക്കാനും വായിക്കാനും എല്ലാം തന്നെ ശ്രമിക്കാമെന്നാണ് എനിക്കിത് തീർച്ചയായും പറയാനുള്ളത്. എനിക്ക് തോന്നുന്നത് ഒരു അഘോരി എന്നൊരു വിഷയത്തിനപ്പുറത്തേക്ക് ഒരുപാട് ചിന്തകൾ, ഒരു ബ്രെയിൻ സ്റ്റോമിങ് സെക്ഷൻ ആയിരുന്നു സത്യം. ഓരോന്നും വിശദമായി പോകേണ്ട പോയിന്റുകളിലേക്കാണ്. തീർച്ചയായും എനിക്ക് തോന്നുന്നു ഇതൊരു തുടക്കമാകട്ടെ, നല്ലൊരു തുടക്കമാകട്ടെ എന്നത് മാത്രമാണ് പരമേശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ഒരുപാട് നന്ദി. അങ്ങയുടെ പുതിയ പുസ്തകങ്ങൾക്കും ഒരുപാട് ആശംസകൾ നേരുകയാണ്. അപ്പം ഞങ്ങൾക്കൊപ്പം ഇത്രയും സമയം ചെലവഴിച്ച ആ ഒരു മനസ്സിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. പുതിയൊരു അറിവ് പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. നമസ്തേ.